ഇതാണ് കോതുരുത്തി. ശംഷി, ഇതാണ് കോതുരുത്തി. ഇവിടെ ഗെയില് ഇരുട്ടാ പോയി. എന്തായാലും നല്ല ലൊക്കേഷൻ, നല്ല വൈകുന്നേരം വന്നിട്ട് ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ. സൺസെറ്റ് എല്ലാം കാണാൻ പറ്റും നോക്ക്, കണ്ടല്ലേ? യെസ്, ഇതാണ് സൺസെറ്റ്. അവിടെ ഒരു തുരുത്തുണ്ട്, 2 തുരുത്തുണ്ട് ഇവിടെ. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിന് യന്ത്രവൽകൃത യുഗത്തിൽ ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങൾ കാണുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ പണത്തിന് പിന്നാലെ പോകുന്നത്. ഇപ്പൊ മണ്ണോട് തൊട്ടറിഞ്ഞുള്ള യാത്ര, അത് നമ്മളൊരു വ്ളോഗിന്ന് യാത്ര വ്യത്യസ്തമാണ്. അപ്പൊ അതാണ് എൻ്റെ ഒരു വ്യത്യസ്തം. പ്രകൃതിനെ അറിഞ്ഞുകൊണ്ടുള്ള യാത്രകളാണ്. പണ്ട് കാലങ്ങളിൽ ആലയെ കെട്ടി അവിടെ നാടൻ പീടിയുണ്ട്. അവിടെ മനോജേട്ടൻ്റെ അടുത്ത് മിക്സും ചായ എല്ലാം ഉണ്ട് പറഞ്ഞിട്ട്, എന്നിട്ട് എല്ലാം റെഡിയാ. കേരളത്തിൽ ആദ്യമായിട്ട് തോണി ഇറങ്ങിയാൻ തോന്നുന്നു. ബന്ധസ്ഥലാക്കിണ്ട്, അതെ, ബന്ധിപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? പിടിച്ച് വെച്ചിട്ടാ ഇറങ്ങട, ഒരു പേടിയും പേടിക്കണ്ട. എന്താ നിങ്ങൾ പേടിക്കുന്നേ? പോയാലും പോലെ ആടെ മറിയല്ലുള്ളൂ, വേറെ നാവില്ലല്ലോ. എല്ലാ ഫോട്ടോ എടുത്തരേ അല്ല, അതിൽ ചാട്ടുണ്ട. ആ ഓക്കെ ഓക്കെ, വലത്തെ കാലം വെച്ചോ. തോണിയിൽ ഇരുന്നിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അസീവേ? എനിക്ക് തോന്നുന്നു ഇവിടെ കംപ്ലീറ്റ് പോയ പോലെയാവും. ആ സമയത്ത് ഈ തോണി ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു തോണി അപ്പുറം ഉണ്ട്. ടൂറിസത്തിന് ഇനി ഒരുപാട് സാധ്യതകൾ ഇവിടെ ഉണ്ടല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. തോണി ഉണ്ട് ഇവിടെ, തോണി. ഇനിയും വെള്ളം കയറിയാൽ എന്താക്കാം, തോണി സർവീസെല്ലാം ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകാനും. ശരിയായ മഴ പെയ്താലേ നല്ല രസം ഉണ്ടാവും. മുട്ട നമ്മളൊന്നും മഴയില്ല. പോയിക്കണ്ടേ എംസി? സൂപ്പർ. ഒരു രക്ഷയില്ല. ആ എസിവേ പുയ്ക്കാടി കൂടിയാ? ഓക്കെ ഓക്കെ. മനോട്ടെ എൻ്റെ പുയ്ക്ക് കണ്ടോ, നല്ല പത്തിരി, ചൂടുള്ള പുയ്ക്ക്, സൂപ്പർ. അപ്പൊ നിങ്ങൾ വന്ന് അക്കീമിന് വന്നിട്ട് പുയ്ക്ക് കിട്ടിയില്ല ഇല്ലടാ? ആ ആ, പക്ഷെ നമ്മക്ക് കിട്ടിക്ക് അക്കീം ബ്രോ. അത് നമ്മളതാ പറഞ്ഞ അക്കീമുണ്ട്, നമ്മളോട് പോരി. നമ്മളോട് വന്നാൽ കിട്ടുന്ന